ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ദക്ഷുവിൻ്റെ വീഡിയോ ഒന്നും ഇടാൻ കഴിയുന്നില്ല. അവന് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കൈക്ക്. അതുകൊണ്ട് ദക്ഷുവിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിയുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ദക്ഷു ഉണ്ടായ കഥ ഒന്ന് പറയാമെന്ന്. കഥയല്ല, കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. അതിപ്പം എൻ്റെ ലൈഫ് സ്റ്റോറി ആയിട്ട് പറയുകയല്ല, നമുക്ക് എങ്ങനെയാണ് ഇത് നേടിയെടുക്കാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് 2008 ഞങ്ങളെ കല്യാണം കഴിഞ്ഞിരുന്നത്. 2008 കല്യാണം കഴിഞ്ഞ് അന്ന് ഹസ്ബൻഡ് പുറത്തായിരുന്നു. പിന്നെ നാട്ടിൽ വന്ന് ഒരു വർഷത്തെ ലീവ് കഴിഞ്ഞ് ഒരു വർഷം ഗൾഫിൽ പോയി തിരിച്ച് നാട്ടിൽ വന്ന് ആ സമയത്തും പ്രഗ്നൻസി ഒന്നും ആയിട്ടില്ലായിരുന്നു. പിന്നെ രണ്ടാമതും പോയി വന്ന് അപ്പോൾ 2-3 വർഷം ആവാഞ്ഞപ്പോൾ ഇല്ലാതെ ആയപ്പോൾ പിന്നെ ഗൾഫിലായിരുന്നല്ലോ. അപ്പോൾ ഗൾഫിലെ ജോലി ഒഴിവാക്കേണ്ടി വന്നു. നാട്ടിൽ നിന്ന് ഒരു വർഷം മുഴുവൻ നിന്നിട്ടില്ല. അപ്പോഴേക്കും പ്രഗ്നൻ്റ് ആയി. 2012 ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആയിരുന്നത്. അപ്പം അത്രയും 2008 കല്യാണം കഴിഞ്ഞ് 2012 പ്രഗ്നൻ്റ് ആയപ്പോൾ ഒരുപാട് സന്തോഷമൊക്കെ ആയിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കില്ലായിരുന്നു. കുട്ടിയാവും എന്നുള്ള ആ ഒരു പ്രതീക്ഷയായിരുന്നു. പെട്ടെന്നാണ് ഡോക്ടറെ കാണിച്ചപ്പോൾ. അതിന് മുന്നേ ഒരു പ്രാവശ്യം സ്കാനിങ് ചെയ്തപ്പം യൂട്രസിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. ഒരു ബൾക്കി സസ്റ്റെയിൻ ആണെന്ന് പറഞ്ഞിരുന്നു. അതായത് യൂട്രസിൻ്റെ ഷേപ്പ് ഒരു ഹാർഡ് ഷേപ്പായിരുന്നു. അപ്പം അതുകൊണ്ട് കുട്ടി വലുതാവണതിനനുസരിച്ചിട്ട് അതിന് നിൽക്കാൻ സ്പേസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അതൊന്നും വലിയ കുഴപ്പമില്ല എന്ന് മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞപ്പം ഒരു സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ ഉള്ളിലൊരു ടെൻഷനും ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടറെ കാണിച്ചപ്പം നമുക്ക് ഡോക്ടർമാർ തരുന്ന ധൈര്യം ഒരു പ്രധാന ഘടകമാണല്ലോ. ആ ഡോക്ടർ നന്നായിട്ട് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തീരെ ബെഡിൽ നിന്ന് ഇളകരുത്, അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കുന്നൊക്കെ. അപ്പോൾ പിന്നെ നമ്മളെ മൈൻഡ് മുഴുവൻ എന്തെങ്കിലും ആവുമെന്ന്. അങ്ങനെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവലും തിരിച്ചു വരലും തന്നെയായിരുന്നു പണി. പിന്നെ ഒരു 4 മാസം വരെയായി. 3.5 മാസം കഴിഞ്ഞപ്പം റെസ്റ്റ് തന്നെയായിരുന്നു, തീരെ ഇളകാതെ തന്നെയായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് 26 വയസ്സുള്ളൂ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒരു ആഗ്രഹമാണല്ലോ, പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത്. അതിന് പോയപ്പോൾ വലിയ കുഴപ്പമൊന്നും എല്ലാവർക്കും ദേഷ്യമായിരുന്നു. അതിന് പോയ സമയത്ത് പോയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് പെട്ടെന്ന് രാത്രിയിൽ ബ്ലീഡിങ് ഉണ്ടായതും പ്രസവിച്ചു പോവുകയും ചെയ്തു. അപ്പം ആ സമയത്ത് എല്ലാവരും കല്യാണത്തിന് പോയതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കല്യാണത്തിന് പോയതുകൊണ്ട് സംഭവിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് പിറ്റേന്നോ അങ്ങനെയൊക്കെയല്ലേ സംഭവിക്കുക. ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഉണ്ടായത്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു. നോക്കി 2 ദിവസം അവിടെ കിടന്നു. നമ്മളാകെ ഡിപ്രസ്സായി പോയിട്ടുണ്ടായിരുന്നു. ഞാനും വീട്ടുകാരെല്ലാം. നമ്മൾ അത്ര ആഗ്രഹിച്ച് കിട്ടിയതല്ലേ. ഹസ്ബൻഡിൻ്റെ പേര് ഷിബി എന്നാണ്. അപ്പം ഷിബിയൊക്കെ നാട്ടിലുള്ള സമയം തന്നെയായിരുന്നു. അപ്പം അതെൻ്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് പിന്നെ രണ്ടാമതും പിന്നെ നാട്ടിൽ തന്നെയായിരുന്നു. പിന്നെ രണ്ടാമത്തത് ഒന്ന് പോയി കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ നോക്കുമ്പോൾ നമുക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. രണ്ടാമത്തെ നോക്കാം, ഒന്ന് പോയതുകൊണ്ട് അത് പോകുന്നുള്ള ചിന്തയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ രണ്ടാമതും ബ്ലീഡിങ് മെൻസസ് ഡേറ്റ് കഴിഞ്ഞിട്ടും ആവാഞ്ഞപ്പോൾ 10 ദിവസമായിട്ട് ആയിട്ടുള്ളൂ. ആ സമയത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ്. ആ ഇടയ്ക്കാണ് ഏട്ടൻ ഹോസ്പിറ്റലായിരുന്നത്. അതിന് ഞാൻ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. നമുക്കറിയില്ലല്ലോ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത്. അന്ന് ഹസ്ബൻഡ് ഒരു ഇൻ്റർവ്യൂവിന് പോയതായിരുന്നു, ബോംബെയിലായിരുന്നു. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് പിറ്റേന്ന് തന്നെ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി. അപ്പോൾ ഡോക്ടറെ അടുത്ത് വന്നു. മെഡിക്കൽ കോളേജിൽ തന്നെയും ഡോക്ടറെ അടുത്ത് പോണ വഴിക്ക് ഭയങ്കര പെയിനൊക്കെ ആയി. പിന്നെ സാറ് പെട്ടെന്ന് കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പം കോളേജിൽ നിന്ന് എനിക്ക് വിചാരിച്ച പോലത്തെ ഒരു ഇതൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. കാരണം അതിന് വലിയ കേസ് ഉണ്ടാകുമ്പം ഇത് പ്രശ്നമില്ല, നമുക്ക് മരുന്ന് വെക്കാം, ഇഞ്ചക്ഷൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് താഴേന്ന് പറഞ്ഞിട്ടാണ് വാർഡിലേക്ക് അഡ്മിറ്റ് ചെയ്തത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഇഞ്ചക്ഷനൊന്നും ഇല്ലായിരുന്നു, ഇതിൽ എഴുതിയിട്ടില്ല എന്നാണ് പറയുന്നത്. എനിക്കാണെങ്കിൽ നല്ല പെയിനും ഉണ്ടായിരുന്നു, കിടക്കാനും സ്ഥലമില്ല, ആകെ ബുദ്ധിമുട്ടായിരുന്നു. പിറ്റേന്നായപ്പോൾ ബ്ലീഡിങ് ഉണ്ട്, അപ്പോൾ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്ക് നടന്നിട്ടായിരുന്നു പോയിരുന്നത്. അത്രയും നമ്മൾ ഇങ്ങനെ ഇളകാതിരുത്, കഴിഞ്ഞ പ്രഗ്നൻസിക്ക് ഇളകരുത് എന്ന് പറഞ്ഞ ആളാണ്. അപ്പം എങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ പെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും അവർക്കൊന്നും യാതൊരു മൈൻഡൊന്നും ഇല്ലായിരുന്നു. ആ പെയിന് സഹിച്ച് അവസാനം ഞാൻ വീണുപോയി. ബോധം കിട്ടി വീണതിന് ശേഷമാണ് അവർ പെട്ടെന്ന് ഡോക്ടേഴ്സൊക്കെ വരിക, ഇഞ്ചക്ഷൻ ചെയ്തപ്പോൾ പറഞ്ഞ വേദന സഹിച്ചിട്ടാണ് എന്ന് പറഞ്ഞു. അത് വീണപ്പോഴാണ് അവർ പറഞ്ഞത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒന്നും കൂടി സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കിയപ്പം അത് പോയിട്ടുണ്ടായിരുന്നു, ബ്ലീഡിങ് ആയി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ അബോർഷൻ കഴിഞ്ഞു.
പിന്നെ ഒരു പേടി തുടങ്ങി കേട്ടോ. അപ്പോൾ 2 അബോർഷനായപ്പം പിന്നെ മൂന്നാമത് ഞങ്ങൾ വേറെ എവിടെയെങ്കിലും കാണിക്കുക എന്നുള്ളതിൽ എടപ്പാളിലുള്ള ഹോസ്പിറ്റലായിരുന്നു. ഗോപിനാഥൻ സാറ് നമ്മുടെ കോഴിക്കോട് PVS ഹോസ്പിറ്റലിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി കാണിച്ചു. അവിടെ ഒരു കുൽജിത്ത് എന്ന് പറഞ്ഞ ഡോക്ടർ ഉണ്ടായിരുന്നു, സാർ അസിസ്റ്റന്റ് ആയിട്ട്. അവിടെ പോയി കാണിച്ചു, നോക്കാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാതെ തന്നെയായിരുന്നു പ്രഗ്നന്റ് ആവുന്നതൊക്കെ. നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമായിരുന്നു. പിന്നീട് സാറ് വന്നപ്പോൾ സാറ് നോക്കാൻ നോക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ 2 മാസം കഴിഞ്ഞു. അപ്പോഴേക്കും പിന്നെ ഹസ്ബൻഡ് ഗൾഫിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. ലീവിന് വന്ന സമയത്ത് ഞാൻ വീണ്ടും പ്രഗ്നന്റ് ആയി. അപ്പോൾ ഇവിടെ കോഴിക്കോട് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞ് കോഴിക്കോട് കാണിച്ച് 2 മാസം കഴിഞ്ഞ് 3-ാമത്തെ മാസം ആയിട്ടുണ്ട്. ആ സ്കാനിങ്ങിലാണ് ട്വിൻസ് ആണെന്ന് അറിഞ്ഞിരുന്നത്. അപ്പോൾ പിന്നെ പേടിയായി. ഒരു കുട്ടിക്ക് നിൽക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് 2 കുട്ടിയാവുമ്പം എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള അതാലോചിച്ചായിരുന്നു പേടി. അപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് ട്വിൻസാന്ന് പറഞ്ഞപ്പോൾ എടപ്പാളിലേക്ക് വരണം, അവിടുന്ന് നമുക്ക് സ്റ്റിച്ചിട്ടിട്ട് അവിടെ തന്നെ കിടക്കാന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസമായപ്പോൾ അവിടെ ചെന്ന് അവിടുന്ന് സ്റ്റിച്ചിട്ട് അവിടെ ഭയങ്കര ടെൻഷനായിരുന്നു. ഇത് പോവോ ഈ പേടി തന്നെയായിരുന്നു നമ്മുടെ മനസ്സിൽ. പിന്നീട് അങ്ങോട്ട് എല്ലാവരും മനസ്സിലും പേടിയായിരുന്നു. പക്ഷെ അന്ന് ആ സ്റ്റിച്ചിടുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, 2 കുട്ടികളുണ്ട്, പക്ഷെ ഒന്നിനെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് നോക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നു. ആ കാര്യം എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ വെറുതെ ടെൻഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവർ പറയാതിരുന്നത്. അങ്ങനെ പിന്നെ അവിടെ കിടന്നു. അവിടെ 1 മാസം കുറേ ഇഞ്ചക്ഷൻസ്, എന്നും പെയിനായിരുന്നു എനിക്ക്. ഈ ടെൻഷനാണ്, ഓവർ ടെൻഷനായിരുന്നു. ഇത് പോവോ എന്നുള്ള ടെൻഷൻ തന്നെയായിരുന്നു മനസ്സ് നിറയെ. പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും വേദനയായിരുന്നു. എന്നും ഇഞ്ചക്ഷനും മെഡിസിനും ആയിട്ട് തന്നെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അങ്ങനെ ഹസ്ബൻഡ് ലീവിന് വരാൻ നിൽക്കുക. 3 മാസം കൂടുമ്പോൾ ലീവ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു 2 ദിവസം മുന്നേ എനിക്ക് ഭയങ്കര പെയിൻ വന്നു. അതൊരു ഞായറാഴ്ച ദിവസമായിരുന്നു. അവിടെ നഴ്സുമാരെ റൂം അതിന് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അവരോട് പോയി പറഞ്ഞിട്ട് അവർ വന്ന് നോക്കും, കുഴപ്പമില്ല, ഡോക്ടേഴ്സ് ഇല്ലാത്ത ദിവസമായിരുന്നു. ഞായറാഴ്ച ആകുമ്പോൾ പൊതുവേ മെയിൻ ഡോക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ. നോക്കി കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവസാനമായപ്പോൾ എനിക്ക് പെട്ടെന്നൊരു തുമ്മലങ്ങ് വന്ന് ആ തുമ്മലിൽ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു പുറത്തേക്ക് തള്ളിപ്പോന്ന പോലെ. അങ്ങനെ പിന്നെ അവർ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കും ഒരു കുട്ടി പുറത്തേക്ക് വന്നിരുന്നു. പറയുമ്പോൾ സ്റ്റിച്ചൊക്കെ ഇട്ടതായിരുന്നു. അങ്ങനെ ആ 2 കുഞ്ഞുങ്ങളും അതിൽ ഇതായിപ്പോയി. അങ്ങനെ നമ്മൾ ആകെ ഇതായി. അപ്പോൾ ആദ്യം യൂട്രസിനൊരു കുഴപ്പം പറഞ്ഞിരുന്നല്ലോ, ചെറിയ ദശ പോലെ ഉണ്ട്, ഹാർട്ട് ഷേപ്പ് ആണെന്ന്. അപ്പം അതൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞതുകൊണ്ടായിരുന്നു പിന്നെ അങ്ങ് വിട്ടത്. പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ അതുകൊണ്ടായിരിക്കും പോയതെന്ന് തോന്നിയപ്പോൾ നമുക്കത് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സാറോട് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സാറ് പറഞ്ഞു നമുക്ക് ലാബ്രോസ്കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ലാബ്രോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം 4-ാമത്തെ പ്രഗ്നൻസി, അത് ഞങ്ങൾ ബേബിയിലായിരുന്നു. പ്രഗ്നൻ്റ് ആയി ബേബിയിൽ ഡോക്ടറെ പോയി കാണിച്ചു. അപ്പോൾ അവരോട് ആദ്യത്തെ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ കുഴപ്പമില്ല, ഇതിന് സെർവിക്സ് ലെങ്ത് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് സ്റ്റിച്ച് ഇടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു സ്റ്റിച്ച് ഇടേണ്ടി വരുമല്ലോ, അങ്ങനെയൊക്കെ സംഭവിച്ചാൽ. ഇല്ല കുഴപ്പമില്ല, സ്റ്റിച്ച് ഇടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അതിലും എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ആ ബ്ലീഡിങ് ആയിട്ട് അഡ്മിറ്റ് ആവലും ഇതേപോലെ തന്നെ പേടി തന്നെയായിരുന്നു. പോവോ എന്നുള്ള ടെൻഷൻ തന്നെ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് കൈക്ക് കാലിൻ്റെ തുടക്കി ഊരയ്ക്കും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചക്ഷൻ ആയിരുന്നു. വേദനയൊക്കെ പോട്ടെ, പക്ഷെ നമുക്ക് ഈ മാനസികമായിട്ട് ഇത് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അതുപോലെ തന്നെ 3-ാമത്തെ അബോർഷൻ ആയത് 4 മാസം ആയപ്പോഴായിരുന്നു. 4 മാസം കഴിഞ്ഞു. പിന്നെ 4-ാമത്തെ അബോർഷനായി 5-ാം മാസം ആയിട്ടുണ്ട്. 5-ാം മാസം ആയപ്പോൾ എനിക്ക് ഇതേപോലെ പെയിൻ വന്നു. ഹോസ്പിറ്റലിൽ പോയി. അപ്പം അപ്പം ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. കാരണം വല്ലാണ്ട് ഓപ്പണായി പോയിട്ടുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പം അന്ന് വേദന, ആ രാവിലെ ഉണ്ടായ വേദന പിറ്റേന്ന് പുലർച്ചെ വരെ സഹിക്കേണ്ടി വന്നു. അപ്പോഴാണ് ഡെലിവറി ആയത്. അങ്ങനെ പിന്നീട് നമുക്ക് ഇനി എന്താ ചെയ്യുക, ഇനിയും വേണോ എന്നുള്ളൊരു ഇതുണ്ടെങ്കിലും പക്ഷെ ഒരു കുഞ്ഞെങ്കിലും വേണ്ടേ എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഈ വേദനയൊന്നും അത്ര കാര്യമാക്കിയില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് 5-ാമത്തേതായപ്പം ഒരു ജയന്തി രാഘവൻ എന്നൊരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറെ പോയി കാണിച്ചത് നല്ല സാറായിരുന്നു. സാറ് നല്ല ധൈര്യം തരുന്ന ആളൊക്കെയാണ്. സാറ് അതിലായി അവിടെ പോയി കാണിക്കലും സ്റ്റിച്ച് ഇടണം, കുറച്ചും കൂടി നല്ല സ്റ്റിച്ച് ഇടാൻ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ സ്റ്റിച്ചൊക്കെ ഇട്ട് ഇതേപോലെ തന്നെ ഒരു 4 മാസം 5-ാം മാസമായപ്പോൾ ഇതുപോലെ തന്നെ എനിക്ക് പെയിൻ വന്നപ്പോൾ പോയി നോക്കിയപ്പോൾ സ്റ്റിച്ച് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് മാറ്റിയിടാമെന്ന് പറഞ്ഞു. പേടിക്കൊന്നും വേണ്ട, നല്ല സാറായിരുന്നു കേട്ടോ.
അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി രണ്ടാമത് സ്റ്റിച്ച് ഇട്ട്, കുറച്ച് ക്വാളിറ്റി ഉള്ള നൂല് വരുത്തിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുത്തിച്ച് സ്റ്റിച്ച് ഇട്ട്. ആ സമയത്ത് കുറേ നമുക്ക് ബുദ്ധിമുട്ട്, തീരെ ഇളകാൻ പാടില്ലായിരുന്നു. ആ പ്രഗ്നൻസിയിലാണ്, 5ാമത്തേലാണ് നമ്മൾ ശരിക്കും വല്ലാണ്ട് പേടിച്ചു പോയത്. അതായത് കാലിൻ്റെ ഭാഗത്ത് 3 ഇഷ്ടിക വെച്ച് ഉയർത്തിയിട്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെയുള്ളൊരു കിടത്തായിരുന്നു. തീരെ ഇളകാനും പറ്റൂല, യൂറിനൊക്കെ ബെഡിൽ തന്നെയായിരുന്നു ചെയ്യേണ്ടത്, ടോയ്ലറ്റ് പോകാൻ പറ്റൂല, പിന്നെ ഇഞ്ചക്ഷൻസ് അത് വേറെ. അപ്പോൾ നമ്മൾ ആകെ മാനസികമായിട്ട് വല്ലാത്തൊരവസ്ഥയാണ്. എല്ലാ കാര്യങ്ങളും ഒരാൾ ചെയ്തു തരണം. അപ്പം ഷിബിയേട്ടനായിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരില്ല. പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിൻ്റെ ശേഷം അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കുളിപ്പിക്കലും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തത്. അങ്ങനെ നോക്കി ഒരു 6.5 മാസമായപ്പോൾ അതിനും ഇതേപോലെ തന്നെ വേദന, ബ്ലീഡിങ് ഇല്ലാതെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കേസിനും ബ്ലീഡിങ് ഉണ്ടാവില്ല, ബ്ലീഡിങ് ഇല്ല, പക്ഷെ വേദന, കണ്ടിന്യൂസ് ആയിട്ട് വേദന, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ 6.5 മാസമായപ്പോൾ പെട്ടെന്ന് ഇതുപോലെ രാത്രി പെയിൻ വന്നു. അവരോട് പറഞ്ഞു, ഹോസ്പിറ്റലുകാരോട് പറഞ്ഞു. അങ്ങനെ ഇത് അവിടെ അഡ്മിറ്റ് ആണെങ്കിലും കൂടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ലേബർ റൂമിലേക്ക് തന്നെ കൊണ്ടുപോകും. കാരണം ഈ വേദന കാരണം ഇടയ്ക്കിടയ്ക്ക് പോവും, സ്കാൻ ചെയ്യും, ഇഞ്ചക്ഷൻ ചെയ്യും, അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഇത് നല്ല പെയിൻ ആയിരുന്നു. നമുക്ക് ബാക്കി 4 അനുഭവം ഉള്ളതുകൊണ്ട് നമുക്കറിയാം അത് ലേബർ പെയിൻ ആണെന്ന്. അപ്പം അത് ആയിരിക്കൂല എന്ന് അവർ പറഞ്ഞു. നമ്മളെ അനുഭവം നമുക്കെല്ലാം അറിയുള്ളൂ. അങ്ങനെ അവസാനമായപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ അബോർഷനായി 6.5 മാസത്തിൽ കുഞ്ഞ് ഇതായി. അങ്ങനെ പ്രസവിച്ച്. പക്ഷെ ആ കുഞ്ഞ് ജനിച്ചപ്പോൾ ജീവനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് NICU ഇടാന്ന് പറഞ്ഞു. അങ്ങനെ NICU ഇട്ട് കരയുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ പോയി കണ്ടു കേട്ടോ. പോയി കണ്ടപ്പോൾ നമുക്ക് തോന്നി അത് കാണേണ്ടിയില്ല. ഫുള്ള് മൂക്കിലിടുകയും എല്ലാ സ്ഥലത്തും കൂടിയും ട്യൂബൊക്കെ ഇട്ടിട്ട് ആകെ വല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ നമുക്കത് കാണേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി. അത് കഴിഞ്ഞ് ഒരു 3 ദിവസമായിട്ടുണ്ടാവും. പിന്നെ കുട്ടീൻ്റെ എന്തോ ബ്ലഡ്, ബ്രെയിനിലേക്കുള്ള ബ്ലഡ് എന്തോ ഇതായി, ബ്രെയിന് പൊട്ടി, അല്ല ബ്രെയിനിലേക്കുള്ള ഞരമ്പ് പൊട്ടി. അതുകൊണ്ട് ഒന്നെങ്കിൽ കോമ സ്റ്റേജിലായിരിക്കും, അല്ലെങ്കിൽ എന്തോ സംഭവിക്കുമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ഇത്ര കൂളായിട്ട് ഇത് പറയുന്നത് ഇപ്പം എനിക്കൊരു മോൻ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ എനിക്കിതൊന്നും ഇങ്ങനെ പറയാൻ കഴിയില്ലായിരുന്നു, അത്രയ്ക്ക് നമ്മൾ അനുഭവിച്ചത്. അതുകൊണ്ട് അങ്ങനെ 3ാമത്തെ ദിവസമായപ്പോൾ അപ്പോൾ ഡോക്ടർ ഒരുറപ്പും പറഞ്ഞില്ലായിരുന്നു. എന്നിട്ടും ഹസ്ബൻഡ് പറഞ്ഞു, സാരമില്ല, നമ്മളായിട്ടൊന്നും ചെയ്യണ്ട, അതിൻ്റെ ജീവൻ പോകുമ്പോൾ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറെ ആരും ചെയ്യാത്ത കാര്യമാണ്, അതെടുത്ത് ഒഴിവാക്കിക്കോളൂ എന്ന് പറയുന്നതിന് പകരം പോകുന്നവരെ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ മാനസികമായിട്ട് നമ്മൾ ഭയങ്കര ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയി, ഷിബിയേട്ടനും ഞാനും. അപ്പം ഇനി ഒരു കുഞ്ഞെന്നുള്ള കാര്യത്തെപ്പറ്റി ഞങ്ങൾ ചിന്തിക്കേണ്ടെന്ന് തന്നെ വിചാരിച്ചതാണ്. ഇനി വേണ്ട, കാരണം ഇനിയും നമുക്ക് ഇതെല്ലാം സംഭവിക്കാം. അല്ലെങ്കിൽ നമ്മളോട് ഡോക്ടേഴ്സ് ഉറപ്പ് പറയണം, എന്തെങ്കിലും സംഭവിക്കൂല, നമുക്കിത് കിട്ടുമെന്ന് അങ്ങനെ പറയുന്നുമില്ല. പിന്നെ എന്തിനാ വെറുതെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിത് വേണ്ടാന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ പിന്നെ ഷിബേട്ടന് അസുഖങ്ങൾ, ഊരയ്ക്ക് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നുകൊണ്ട് ചിന്തിച്ചില്ല. അപ്പോൾ ആ സമയത്ത് തന്നെ എന്നോട് എൻ്റെ കസിൻ്റെ ഹസ്ബൻഡും പറയാറുണ്ട്, അവരെ അറിയുന്നൊരു ഡോക്ടറുണ്ട്, അവിടെ ഒന്ന് പോയിട്ട് വെറുതെ ഒന്ന് പോയാൽ മതി നിങ്ങളെന്ന് പറയുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് താല്പര്യമല്ല, പേടിയോണ്ടാട്ടോ. ഇനി നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചില്ലായിരുന്നു. പിന്നെ എപ്പോൾ കാണുമ്പോഴും ഇവർ പറയും. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, പിന്നെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസയും വേണമല്ലോ, പൈസയ്ക്ക് നല്ല ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് എപ്പോഴും കാണുമ്പോൾ അവർ പറയുന്നതല്ലേ, നമുക്ക് പോയി നോക്കാം, വെറുതെ ഒരു തവണ പോയി നോക്കാം, പിന്നെ പറയൂലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. സാറിൻ്റെ അടുത്ത് അങ്ങാടിപ്പുറം, പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം എന്ന സ്ഥലത്ത് ഒരു ജയകൃഷ്ണൻ സാറെ പോയി കണ്ടപ്പോൾ സാറ് പറഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവിച്ചൂലേ, അതിനിപ്പോൾ എന്താ സംഭവിച്ചു വെച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇനിയും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും, അത് വിചാരിച്ചിട്ട് വേണ്ടാന്ന് വെക്കുകയാണോ, ഒരു കുഞ്ഞ് എന്തായാലും വേണ്ടേ, അത് ഉണ്ടായിക്കോളും, അടുത്തത് പോവുകയാണെങ്കിൽ അതിൻ്റെ അടുത്തത് കിട്ടും. അപ്പം ഞങ്ങൾ ഞങ്ങളിങ്ങനെ പരസ്പരം നോക്കി ഇപ്പം എന്തായാലും വേണ്ട, ഒരു 3 മാസം കഴിയട്ടെ എന്നിട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സാറെ അടുത്തുനിന്ന് പോകുന്നു. പക്ഷെ എന്തോ ഒരു ദൈവഹിതം കൊണ്ട് ആ സമയത്ത് തന്നെ കൺസീവായി. ആ സമയത്ത് കൺസീവായപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ചെറിയൊരു ഇഷ്യൂ കാരണം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. ആദ്യം ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവായിരുന്നു കാണിച്ചു, പിന്നീട് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് കാണിച്ചു. ഉണ്ടായപ്പോഴും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടെന്ന്, കാരണം ഇതാണല്ലോ അനുഭവം, എൻ്റെ ഈശ്വര എന്നുള്ള അതായിപ്പോയി. സന്തോഷവും ഇല്ല, സങ്കടവും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. എന്തായാലും സാറ് വിളിച്ചു, സാറോട് പറഞ്ഞു എന്താ ചെയ്യാം. സാറ് പറഞ്ഞു എൻ്റെ അടുത്ത് തന്നെ വരണം എന്ന് പറഞ്ഞു. ഇത്രയും ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്താൽ ഞങ്ങൾ എങ്ങനെയാണ് അങ്ങാടിപ്പുറം വരെ യാത്ര ചെയ്യാന്ന് ആലോചിച്ചിട്ട്, അത് സാരമില്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും വരണം എന്ന് പറഞ്ഞു.
അങ്ങനെ ഞങ്ങൾ കാറിൽ തന്നെ പോയി, കസിൻസ് കാറായിട്ട് വരും, അങ്ങനെ കാറിൽ ഞങ്ങൾ പോയി. ആദ്യം 2 ആഴ്ച കൂടുമ്പോൾ പോകണമായിരുന്നു. സാറ് നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക, ഊരയ്ക്കുള്ള ഇഞ്ചക്ഷൻ ഉണ്ട്, അത് 2 ആഴ്ച കൂടുമ്പോൾ ചെയ്യുക. വേറൊരു ഇഞ്ചക്ഷൻ ഉണ്ട്, കാലിൻ്റെ തുടക്കി വെക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞു അത് വേണോന്ന് ചോദിച്ചു ഞങ്ങളോട്. വേണ്ട സാർ, വേദനയും പിന്നെ സാമ്പത്തികം. അപ്പോൾ സാറ് നല്ല ഒരു ഹെൽപ്പായിരുന്നു കേട്ടോ, സാമ്പത്തികമൊക്കെ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നാൽ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ആ ഇഞ്ചക്ഷൻ വേണ്ടാന്ന് വെച്ചു. മെഡിസിനും സാധാ പ്രഗ്നന്റ് ആയവർക്ക് കൊടുക്കുന്ന മെഡിസിൻ തന്നെയുള്ളൂ, പിന്നെ ഈ ഇഞ്ചക്ഷനും ഉള്ളായിരുന്നു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ചെന്നു. എന്തായാലും നമുക്ക് സ്റ്റിച്ച് ഇടാന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിച്ച് ഇടണം നമുക്ക് എന്ന്. അങ്ങനെ 3-ാം മാസം അവിടെ പോയി സാറ് സ്റ്റിച്ചിട്ടപ്പോൾ എൻ്റെ സർവീസ് ലെങ്ത്ത് 1 സെന്റിമീറ്റർ ആണ്. അപ്പോൾ കുട്ടി എപ്പോഴും പുറത്തു വരാന്നുള്ള ഘട്ടത്തിലാണ്, കോംപ്ലിക്കേറ്റഡ് തന്നെയാണ്. പക്ഷെ ആ സാറ് തന്ന ധൈര്യം അതുകൊണ്ടൊന്നും മാത്രമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ദക്ഷുണ്ടായത്. സാറ് പറഞ്ഞു പ്രശ്നം തന്നെയാണ്, അതിനെന്താ കുഴപ്പം, സാരില്ല, റെഡി ആയിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര പേടി, ഇത് തന്നെ നോക്കിയിരിക്കുന്ന ഞാനും വിചാരിച്ചു ശരിയാണല്ലോ, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, ഇത്രയും ഞാൻ ടെൻഷൻ അടിച്ചില്ലേ, ഇത്രയും എനിക്ക് സംഭവിച്ചില്ലേ, ഇനി ഇതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും മൈൻഡൊക്കെ ഒന്ന് ഇതിലേക്ക് തന്നെ ശ്രദ്ധ വരും കേട്ടോ എന്തായാലും. എന്നാലും ഞാൻ കൂടുതലും വേറെ അത് കിട്ടും, ഈ കുഞ്ഞിനെ എനിക്ക് കിട്ടും, എപ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഫുഡ് കഴിക്കും, എപ്പോഴും ഞാൻ ഈ കുഞ്ഞിനെ എനിക്ക് കിട്ടും ഇതന്നെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ മനസ്സിന്റെ ധൈര്യം, സാറ് തന്ന ധൈര്യമാണത്. അപ്പം അങ്ങനെ ഒരു സ്റ്റിച്ചിട്ട് കഴിഞ്ഞ് പിന്നത്തെ സ്കാനിങ് ചെയ്യുന്നതിനനുസരിച്ച് 4-ാം മാസമൊക്കെ ആയപ്പോൾ സ്റ്റിച്ചിട്ട് കഴിഞ്ഞ് വന്ന സമയത്ത് ഫുൾ ബെഡ് റെസ്റ്റ് എടുത്താൽ ഞാൻ ഇവിടുന്ന് ബെഡ് റെസ്റ്റ് ഒന്നും എടുക്കും. സാറ് പറഞ്ഞു റെസ്റ്റ് എടുക്കണ്ട, എപ്പോഴും കിടക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ എപ്പോഴും കിടക്കൂല, നടക്കും, TV കാണും ഒക്കെ ചെയ്യായിരുന്നു. പിന്നെ സ്റ്റിച്ചിട്ട് വന്നപ്പോൾ 1 മാസം ഞാൻ കിടന്ന് തന്നെ ചെയ്തു. എനിക്കൊരു പേടി, സാറ് പറഞ്ഞിട്ടൊന്നുമില്ല, എൻ്റെ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ 1 മാസം കിടന്നു. അത് കഴിഞ്ഞ് പിറ്റത്തെ പ്രാവശ്യം സ്കാനിങ്ങിന് പോയപ്പോൾ 1 സെന്റിമീറ്റർ സർവീസ് ലെങ്ത് ഉള്ള എനിക്ക് 4 സെന്റിമീറ്ററായി സർവീസ് ലെങ്ത്. അപ്പോൾ ഒരു സമാധാനം, നമ്മളെ അനുഭവം ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ സ്കാനിങ് എടുത്ത് നോക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ ഇത് കണ്ടപ്പം അപ്പം എനിക്കൊരു ധൈര്യം കിട്ടി, ഇത്രയായില്ല, ഇനിയൊന്നും സംഭവിക്കണ്ടാവില്ല. അങ്ങനെ ഞാൻ മെല്ലെ നീറ്റ് അടുക്കളയിലൊക്കെ പോയിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ഉപ്പേരി മുറിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള ഹെൽപ്പൊക്കെ ചെയ്യായിരുന്നു. മനസ്സിന് നല്ല എനിക്കൊരു ഭയങ്കര ഒരു ധൈര്യം, കോൺഫിഡൻസ്, ഇത് കിട്ടും. മറ്റുള്ള ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ പോകുമ്പം അവര് നമ്മളോട് പറയുമ്പോൾ ഒരു പേടിയായിരുന്നു, അങ്ങനെ റെസ്റ്റ് എടുക്കണം, അങ്ങനെ ചെയ്യണം, അവർക്കൊരു പ്രതീക്ഷ ഇല്ലാത്ത ഒരവസ്ഥ. അപ്പൊ നമ്മളും അങ്ങനെ തന്നെയല്ലേ. അപ്പൊ ഈ സാറ് അങ്ങനെയല്ല, സാറ് നമുക്ക് മാക്സിമം ധൈര്യം തരിക. അങ്ങനെ ഞാൻ ഫുൾ ബെഡ് റെസ്റ്റ് എടുത്ത ഞാൻ 7 മാസം വരെ ഞാൻ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറമുള്ള ഹോസ്പിറ്റലിലേക്ക് പോയി. ആ ഹോസ്പിറ്റലിൽ എത്തിയാൽ ഒരു കുത്തനെയുള്ള കോണിയാണ്, ആ കോണിയൊക്കെ കയറിയിട്ടാണ് അവിടെ എത്തുക. അവിടെ എത്തി സാറ് നോക്കി, അത്രയും അപ്പൊ തന്നെ തിരിച്ചു വരികയല്ലേ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചെയ്ത് 7-ാം മാസമായപ്പോൾ പറഞ്ഞു സാറ് ഇനി നിങ്ങൾ നാട്ടിൽ കാണിച്ചോ, കാരണം അത്രയും ദൂരല്ലേ, പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ പ്രശ്നമല്ലേ എന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെയുള്ള സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ മാറ്റി കാണിച്ചു. അവിടെ കാണിച്ച് ഡോക്ടറോട് ഫുൾ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞ് അങ്ങനെ നോക്കി. അങ്ങനെ പിന്നെ 34-ാമത്തെ ആഴ്ച ആയപ്പോൾ 36-ാമത്തെ ആഴ്ച നമുക്ക് എന്തെങ്കിലും ചെയ്യാം, കാരണം ഇങ്ങനെയും അനുഭവങ്ങളുള്ളതല്ല, നമുക്ക് സിസേറിയൻ എന്തെങ്കിലും ചെയ്യാമെന്ന് ഡോക്ടർ ആദ്യം പറഞ്ഞിരുന്നു. അങ്ങനെ 32 ആഴ്ച കഴിഞ്ഞ് 33-ാമത്തെ ആഴ്ചയിലാണ് പിറ്റത്തെ ആഴ്ച ഡോക്ടറെ കാണിക്കാൻ പോകാനുള്ള ദിവസം. ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റപ്പം ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ആ ബ്ലീഡിങ് ഉണ്ടായത് ആദ്യത്തെ അതിനൊക്കെ എനിക്ക് പെയിന് വരുമ്പോഴൊക്കെ ഞാൻ കരഞ്ഞോണ്ട് പേടിച്ചിട്ടായിരുന്നു പോയിരുന്നു. ബ്ലീഡിങ് വന്ന പാടെ ഞാൻ അമ്മേൻ്റെ അടുത്ത് പോയി പറഞ്ഞു, അമ്മേ എനിക്ക് ബ്ലീഡിങ് ആയിട്ടുണ്ട്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. ധൈര്യത്തിലാണ് ഞാൻ പറഞ്ഞത്, കരയൊന്നും ചെയ്തിട്ടില്ല. അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പാപ്പൻ്റെ മോനെ വിളിച്ചത്, അങ്ങനെ മോനെ എനിക്ക് ചേച്ചിക്ക് ഇങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, ഹോസ്പിറ്റലിൽ പോകണമെന്ന്. അപ്പോൾ അവന് രാവിലെ അത്ര നേരത്തെ നീക്കാത്ത ആളാണ്, 7 മണി ആയ സമയത്ത്. അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ളതുകൊണ്ട് നേരത്തെ നീറ്റ്, ആ ആഴ്ച ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ ഡോക്ടറെ വിളിച്ച്, സുലോചന മേഡമാണ് സ്റ്റാർ കെയറിലെ. അപ്പോൾ മാഡം പറഞ്ഞു ഞാൻ ഇന്ന് ഇവിടെ ഇല്ലാത്ത ദിവസമാണ്. അപ്പം ഞാൻ എൻ്റെ ഹിസ്റ്ററി പറഞ്ഞു, ഇങ്ങനെയാണ്, നിങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വന്ന് അമ്മയും ഒക്കെ വന്ന് വീടിന് റോട്ടിലേക്ക് ഒരു ചെറിയ കയറ്റുണ്ട്. അപ്പം കാറ് ഇറക്കാൻ കുറച്ച് പ്രയാസം ഇറക്കാൻ, എന്നാലും അവൻ ഇറക്കി. അപ്പോൾ ഞാൻ അതുവരെ കുറച്ച് ദൂരം നടന്ന് കാറിലേക്ക് ഇറങ്ങി, കാറ് താഴോട്ട് തന്നെ വരും. അപ്പം എനിക്ക് പേടി, ഇനി വല്ല കാറുന്നതായിട്ട് ഇനി എന്തെങ്കിലും സംഭവിക്കണമെന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങി, കാറിൽ നിന്ന് ഇറങ്ങി നടന്ന് പിന്നെ ഞങ്ങൾ അവിടെ എത്തുന്ന വരെ ഞാൻ കരഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ എനിക്കിങ്ങനെ അനക്കം, കുഞ്ഞിൻ്റെ അനക്കം അറിയുന്നില്ലായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു ഉള്ളിലൊരു ഭയം ഉണ്ട്, എന്നാലും ഞാനത് പുറത്ത് കാണിച്ചില്ല. കുറേ അങ്ങോട്ട് എത്തിയപ്പോൾ ചെറിയൊരു അനക്കം പോലെ ഫീൽ ചെയ്തു. ഹോസ്പിറ്റലിലെത്തി ലേബർ റൂമിലേക്ക് കയറ്റിയതിന് ശേഷമാണ് അവർ ഇത് നോക്കി,
കുട്ടീൻ്റെ മിടിപ്പുണ്ടോ നോക്കിയപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സമാധാനമായി. അപ്പോൾ പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് എന്തായാലും സിസേറിയൻ ചെയ്യാൻ വെയിറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ ഡോക്ടർ പാവം അവിടേക്ക് എത്തേണ്ട ഡോക്ടറല്ലായിരുന്നു. ഡോക്ടർ എത്തി സിസേറിയന് വേണ്ടി ഇത് ഓപ്പൺ ചെയ്ത പാടിനോട് പറഞ്ഞത് മോളെ ഭാഗ്യമുള്ള കുട്ടിയാട്ടോ എന്ന്. കാരണം മോൻ പൊക്കിൾ കൊടിയിൽ നിന്ന് വിട്ടിട്ട് അരമണിക്കൂർ എന്തോ ആയി വിട്ട് നിൽക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് കുഞ്ഞെന്താണെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. എന്തുകൊണ്ടോ അവർ പറയാൻ മറന്നുപോയതായിരിക്കും. ഞാനിട്ട് ചോദിച്ചതുമില്ല. കുഞ്ഞിനെ എനിക്ക് കാണിച്ചു തന്നു, ഉമ്മ തന്ന് കൊണ്ടുപോയി. അങ്ങനെ പിന്നെ ഇവിടെ വാർഡിലേക്കല്ല ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റിയ സമയത്ത് നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ റിലേറ്റീവ്സിനെ ഹസ്ബൻഡിനെ വിളിക്കുന്നതിന് മുന്നേ ഞാൻ ചോദിച്ചു എന്താ കുഞ്ഞെന്ന് ചോദിച്ചു. അവർ ചോദിച്ചു പറഞ്ഞില്ലായിരുന്നു ചോദിച്ചാൽ ഇല്ല മോനാണെന്ന് പറഞ്ഞു. സത്യത്തിൽ എനിക്കും വീടിനൊക്കെ ഒരു സ്വപ്നം പോലെയാണ് തോന്നിയത്. എന്നപ്പോഴും അങ്ങനെ NICUലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു മോനെ. ശ്വാസത്തിന്റെ ഒരു ചെറിയ കുഴപ്പമുണ്ടായിരുന്നു. എന്നാലും അത് കിട്ടും എന്നുള്ള കാരണം ഓക്സിജൻ ട്യൂബൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. വെയിറ്റ് കുറച്ച് കുറവായിരുന്നു. എന്നാലും ഒരു സ്വപ്നം പോലെ അത് സംഭവിച്ചു. എന്നാൽ ഇത്രയും കഥ ഞാൻ പറയാൻ കാരണം നമ്മളെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഡോക്ടേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഒന്നുമല്ല, നമ്മളെ മനസ്സിന്റെ ധൈര്യം അത് ഡോക്ടേഴ്സ് നമുക്ക് തരുമ്പോൾ നമുക്കതൊരു കൂടുതലൊരു എഫക്റ്റ് ചെയ്യും. അവര് നമ്മളെ ഡൗൺ ആക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ ഡൗൺ ആവുക ചെയ്യും. ഇത് ആ സാറ് തന്ന ആ സാറ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. സാറ് ഞങ്ങളെ ദൈവം തന്നെയാണ്. അപ്പൊ സാറ് തന്ന ആ ധൈര്യത്തിന്റെ പുറത്ത് ഞങ്ങൾക്കും കൂടി ആ ധൈര്യം എനിക്ക് മനസ്സിന് നല്ല കാരണം നേടിയെടുക്കാം. കാരണം ഒരു കുഞ്ഞില്ലാത്തതിന്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അറിയാലോ, ഇപ്പൊ ഈ കുഞ്ഞില്ലാത്ത നിൽക്കുന്ന ആളുകൾ ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാം എന്തൊക്കെ കേട്ടിട്ടുണ്ടാവുന്നില്ല. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചത്. അപ്പം ഇനിയും അത് കേൾക്കരുത്. എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞിനെ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹവും വാശിയോടും കൂടി നിന്ന് മനസ്സിന്റെ ധൈര്യം കൂടി ആയപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദക്ഷമോനെ കിട്ടി. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ കുഞ്ഞില്ലാതെ ദുഃഖിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അവര് ഡോക്ടേഴ്സിനെ കാണിക്കണം, ട്രീറ്റ്മെന്റ് ചെയ്യണം, ഒക്കെ ചെയ്യണം. പക്ഷെ നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം. ഇതിനെ കിട്ടും, നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അല്ലാണ്ട് ടെൻഷൻ അടിക്കരുത് എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷെ കഴിയൂല. എന്നാലും എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് വരും. ഇതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഓരോരോ അനുഭവം വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ഹോർമോണിന് ചേഞ്ച് വരുമ്പോൾ നമുക്ക് പിന്നെ അത് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ആലോചിച്ചു, ഈ കഴിഞ്ഞ ഓരോ തവണ അങ്ങനെ ആകുമ്പോഴും 5 തവണ അബോർഷൻ ആകുമ്പോഴും ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയല്ലേ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് നഷ്ടമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഇനി ടെൻഷൻ അടിക്കാതിരിക്കുക, എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ടെൻഷൻ അടിക്കാതിരുന്നത്. ആ ഒരു മാറ്റം നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് പാകപ്പെടുത്തിയെടുത്തപ്പോഴാണ്. പിന്നെ പറയുന്നവർക്ക് പറയാം ഈശ്വരാനുഗ്രഹം, സമയം ഒക്കെ പറയാം കേട്ടോ, എല്ലാം ഉണ്ട്. എന്നാലും ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ മനസ്സ് എന്നുള്ളത്, നമ്മുടെ ധൈര്യം, നമ്മുടെ ഡോക്ടേഴ്സ് തരുന്ന ധൈര്യം എല്ലാം കൂടി ആയപ്പോൾ ഞങ്ങളെ മോനെ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ്. ഇപ്പോൾ അവനാണ് ഞങ്ങളത് മുഴുവൻ. ഞാൻ ഫുൾ ടൈം അവൻ്റെ കൂടെ തന്നെയാണ്. പക്ഷെ എങ്ങനെയൊക്കെ നോക്കിയിട്ടും അവസാനം അവനൊന്ന് വീണ് കൈക്ക് ചെറിയൊരു ഷോൾഡറിന്റെ ഇവിടെ ചെറിയൊരു പൊട്ടുണ്ട്. എന്റെ മുന്നേ തന്നെയാണ് വീണ്. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആളും കുറച്ച് വികൃതി ഉണ്ടാവും കുട്ടികൾക്ക്. എന്തായാലും ശ്രദ്ധ എന്ത് പറ്റിയാലും അമ്മമാരെ ശ്രദ്ധക്കുറവെന്നാണ് പറയാ. പക്ഷെ ഞാൻ ശ്രദ്ധിക്കാതിരുന്നിട്ടൊന്നുമില്ല. എന്തായാലും അവന് ചെറിയൊരു പറ്റി. അപ്പം ഈ 5 അബോർഷൻസ് എനിക്ക് സംഭവിച്ചു. 5 അബോർഷൻസിലൂടെ 6 കുഞ്ഞുങ്ങളും തിങ്സാണല്ലോ, 6 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടത് 7ാമത്തെ മോനാണ് ഞങ്ങളെ ദക്ഷമോൻ. അപ്പം ഇങ്ങനെ അനുഭവമുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അവരൊക്കെ ഒരു തവണ ഇത് നേടിയെടുക്കുമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ പറയുന്ന പോലെ ചെയ്യുക. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ അനുഭവം കൊണ്ട് ആർക്കെങ്കിലും ഒരുപാട് നമ്മൾ ഈ കഥ പറയുമ്പോൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. വേണ്ടപ്പെട്ടത് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പം എങ്ങനെയെങ്കിലും ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ ആരെങ്കിലും ചെയ്തിട്ട് ആർക്കെങ്കിലും ഒരു പോസിറ്റീവ് അനുഭവം